എക്സൈസാർ ഇല്ലാതെ നിൻ്റെയൊക്കെ നല്ല കാലം. നീ ആടാ റൗഡിയാ? നീ എന്തിനാ ഇയാളുടെ കടയിൽ കയറി അടിച്ചാ? അയ്യോ അടിച്ചില്ല സാറേ, സംസാരിക്കും. എന്നിട്ട് തങ്കം എവിടെ? ജംഗ്ഷനിൽ പോണ്ട്. ഈ വിലക്കയറ്റത്തെ ചൊല്ലിയാണോ തർക്കം ഉണ്ടായത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കച്ചവടക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണക്കാരെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് വില കൂടുതലായിട്ട് തോന്നുമ്പോൾ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അത് ഞാൻ ചോദിച്ചപ്പോൾ ഈ പന്ന ഒരു ചാട്ട കൊടുക്കാം ഉണ്ടാക്കടാ. നിന്നോട് ചോദിച്ചാ? സാറേ ഞാൻ എന്ത് ചെയ്യാനാ സാറേ, ദിനം പ്രതി എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇയാളൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് വേറെ ആളൊന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതേ ഉള്ളൂ. മച്ചമ്പി ഒന്ന് ആലോചിക്കും, സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അളിയനെ മച്ചമ്പേക്കാൻ വീട്ടില് മര്യാദ കേട്ടാ. അല്ല, ഇത് എന്തെന്നറിയാമോ, നമ്മൾ ഇപ്പം നിങ്ങളുടെയും മിസ്റ്റേക്കല്ല, സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരുടെയും മിസ്റ്റേക്കല്ല. ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് ഭരണ സംവിധാനങ്ങളാണ്. പക്ഷെ അവരിതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യാത്തിടത്തോളം കാലം ഇത്ര ഇഷ്യൂസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് എന്താ പറയുക? നീ തങ്കച്ചേട്ടത്തിൽ ഒരു വിധത്തിലാണ് വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1 രൂപ വില കടി അവരുടെ നെഞ്ച് കാളും. ഇത് ചോദിച്ചപ്പോൾ ഇപ്പം എന്തോ വർത്താനം പറഞ്ഞെന്നറിയാൻ പറ്റപ്പി സത്യം. എനിക്ക് നിങ്ങളെ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കടയുടെ മുന്നിൽ വിലവിവര പട്ടിക കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് വെക്കാത്തിടത്തോളം കാലം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനാണോ കരുതിയിട്ടാണ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാ സാറേ. ഒരു ബോർഡ് എഴുതി വെക്കണം, പിന്നെ പ്രശ്നം തീർന്നല്ലോ ഇല്ലേ? ഓ വയ്യ. അതെ. നിങ്ങൾക്ക് പരാതി ഉണ്ടോ? എനിക്ക് പരാതിയൊന്നുമില്ല സാറേ. നിനക്ക് പരാതി ഉണ്ടോടാ? ഈ പരാതി പരാതിയില്ല, എനിക്കും പരാതി അല്ല. ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ പരാതി ഇല്ലാന്നുണ്ടെങ്കിൽ പരാതി ഇല്ലാന്ന് എഴുതി കൊടുത്തിട്ട് പോകണം അവിടെ. ബോർഡിൻ്റെ കാര്യം മറക്കണ്ട. കൈ കൊടുത്തിട്ട് പോ. പോടാ പോടാ. അച്ചമ്മ നേരത്തെ വരത്തില്ലേ? സാറേ പരാതി ഒന്നും ഇല്ലെന്ന് എഴുതുന്ന അകത്തുനിന്ന് എഴുതിത്തരാൻ പറഞ്ഞു. അതാ അല്ല, ഈ പുള്ളിക്കും പരാതിയില്ല. പിന്നെ ആർക്കാ പരാതി? പേന അണ്ണാ അന്നേരത്തെ ദേഷ്യത്തിന് പറ്റിപ്പോയതാ. പിന്നെ ബാവണ്ണം ദേഷ്യത്തിൽ ജിലേബി എൻ്റെ സഞ്ചി കിട്ടോ അതോ എടുത്തു കടക്കകത്ത് വെച്ചോ? ഓ സഞ്ജി തന്നെ ഉണ്ട്. ആണോ? ഓ അത് നമുക്ക് പെട്ടെന്ന് എഴുതി കൊടുത്തിട്ട് പോവാം. നിനക്കവൻ ഇതുവരെ പറഞ്ഞു വിടാറായില്ലേ? അപ്പോൾ ആളൊരു പാവമാണ്. ഈ പറഞ്ഞ കണക്ക് ആഹാരത്തിൽ അല്പം ആർത്തി ഉണ്ടെന്നല്ലാതെ വേറെ ദോഷമൊന്നുമില്ല. ഞാനും അവനും അവിടെ ഇല്ലെങ്കിലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും. അവർക്കൊരു കൂട്ടാവുമല്ലോ. പിന്നെ ഒന്നുമില്ലെങ്കിൽ അളിയനല്ലേ എൻ്റെ. നീ അല്ലെങ്കിലും ദേശീയ അളിയനല്ലേ?